ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇറ്റ്സ് മീ ദീപക് വ്ളോഗർ. ഞാനിന്നൊരു പുതിയൊരു വീഡിയോ വ്ളോഗുമായിട്ടാണ് നിങ്ങളുടെ മുന്നിലേക്ക് വന്നിട്ടുള്ളത്. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഈ ഒരാഴ്ചയിലെ OTT റിലീസ് അപ്ഡേറ്റുകളും അതുപോലെ തന്നെ അപ്കമിങ് OTT റിലീസ് അപ്ഡേറ്റുകളെ കുറിച്ചിട്ടുള്ള ഒരു വീഡിയോ വ്ളോഗാണ്. അപ്പോൾ ഡിസംബർ മാസത്തെ ഫസ്റ്റ് വീക്കിലെ OTT റിലീസ് അപ്ഡേറ്റുകൾ ഏതൊക്കെ നോക്കാം. അപ്പോൾ നമുക്ക് സമയമൊന്നും വെച്ചേക്കുന്നില്ല, നേരെ വീഡിയോയിലേക്ക് കിടക്കാം. വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുമ്പ് നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ഈ ഒരു ചെറിയൊരു ചാനൽ കാണുന്നതെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് മൈ ചാനൽ. ആ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കനോട് ഇത് എനേബിൾ ചെയ്യുകയാണെങ്കിൽ ഞാൻ ഇതുപോലെ ഇടുന്ന OTT റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസ് നിങ്ങൾക്ക് വളരെ പെട്ടെന്ന് തന്നെ ഒരു നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതാണ്. അപ്പോൾ നമുക്ക് സമയം വെച്ചാക്കുന്നില്ല, നേരെ വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ ഗൈസ്, ഫസ്റ്റ് ഒരു അപ്ഡേറ്റ് എന്ന് പറയുന്നത് ഒരു തമിഴ് മൂവിയുടെ അപ്ഡേറ്റ് ആണ്. അമരൻ എന്ന് പറയുന്ന ചിത്രത്തെ കുറിച്ച് അപ്ഡേറ്റ് ആണ്. നമ്മുടെ ശിവകാർത്തികേയൻ, സായി പല്ലവി എന്നിവർ കേന്ദ്ര കഥാപാത്രമായിട്ട് അഭിനയിച്ചിട്ടുള്ള ഒരു ട്രൂ സ്റ്റോറി ബേസ് ചെയ്തിട്ടുള്ള ഒരു മിലിറ്ററി സ്റ്റോറി ആയിരുന്നു അമരൻ എന്ന് പറയുന്നത്. ചിത്രത്തിൻ്റെ ലീക്ക്ഡ് പ്രിന്റിനെ കുറച്ച് നാൾ മുമ്പ് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഒഫീഷ്യലി നെറ്റ്ഫ്ലിക്സിലൂടെ ചിത്രം ഇപ്പോൾ സ്ട്രീമിംഗ് ആരംഭിച്ചിരിക്കുകയാണ്. പാൻ ഇന്ത്യ ഭാഷ, മലയാളം ഉൾപ്പെടെ പാൻ ഇന്ത്യ ഭാഷയിൽ ചിത്രം സ്ട്രീമിംഗ് ആരംഭിച്ചിട്ടുണ്ട്. മലയാളം, തമിഴ്, തെലുങ്ക്, കന്നഡ, ഹിന്ദി എന്നീ ഭാഷയിലൂടെ നെറ്റ്ഫ്ലിക്സിലൂടെ ചിത്രം ഇപ്പോൾ സ്ട്രീമിംഗ് ആരംഭിച്ചിട്ടുണ്ട്. അപ്പോൾ കാണാൻ താല്പര്യമുള്ളവർക്കൊക്കെ ചിത്രം നെറ്റ്ഫ്ലിക്സിലൂടെ ചിത്രം കാണാവുന്നതാണ്. അടുത്തൊരു അപ്ഡേറ്റ് എന്ന് പറയുന്നത് ഒരു തെലുങ്ക് മൂവിയുടെ അപ്ഡേറ്റ് ആണ്. മട്ക എന്ന് പറയുന്ന ചിത്രത്തെ കുറിച്ച് അപ്ഡേറ്റ് ആണ്. നമ്മുടെ വരുൺ തേജ് അതുപോലെ തന്നെ മീനാക്ഷി ചൗധരി എന്നിവർ കേന്ദ്ര കഥാപാത്രമായിട്ട് അഭിനയിച്ചുള്ള ഒരു പീരീഡ് ആക്ഷൻ ഡ്രാമത്തിലൂടെ തന്ന ചിത്രമായിരുന്നു മട്ക എന്ന് പറയുന്നത്. നവംബർ മാസം 14 തിയേറ്റർ റിലീസ് ചെയ്ത് തിയേറ്ററിൽ അട്ടർ ഫ്ലോപ്പായി മാറിയിട്ടുള്ള ഒരു ചിത്രമായിരുന്നു മട്ക എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു ചിത്രത്തിൻ്റെ OTT റൈറ്റ്സ് സ്വന്തമാക്കിയത് ആമസോൺ പ്രൈമാണ്. ചിത്രം ഇപ്പോൾ ആമസോൺ പ്രൈമിലൂടെ പാൻ ഇന്ത്യ ഭാഷയിലൂടെ ചിത്രം സ്ട്രീമിംഗ് ആരംഭിച്ചിരിക്കുകയാണ്. മലയാളം, തമിഴ്, തെലുങ്ക്, കന്നഡ, ഹിന്ദി എന്നീ ഭാഷയിലൂടെ ചിത്രം ഇപ്പോൾ നമ്മുടെ ആമസോൺ പ്രൈമിലൂടെ സ്ട്രീമിംഗ് ആരംഭിച്ചിരിക്കുകയാണ്. അപ്പോൾ കാണാൻ താല്പര്യമുള്ളവർക്കൊക്കെ ചിത്രം ആമസോൺ പ്രൈമിലൂടെ ചിത്രം കാണാവുന്നതാണ്. ഇനി അടുത്തൊരു അപ്ഡേറ്റ് എന്ന് പറയുന്നത് ഒരു തെലുങ്ക് മൂവിയുടെ അപ്ഡേറ്റ് ആണ്. മന്ദിര എന്ന് പറയുന്ന ചിത്രത്തെക്കുറിച്ച് അപ്ഡേറ്റ് ആണ്. നമ്മുടെ സണ്ണി ലിയോൺ അതുപോലെ തന്നെ സതീഷ്, രമേശ് തിലക്, മൊട്ട രാജേന്ദ്രൻ, യോഗി ബാബു എന്നിവർ കേന്ദ്ര കഥാപാത്രമായിട്ട് അഭിനയിച്ചിട്ടുള്ള ഒരു ഹൊറർ കോമഡി കാറ്റഗറിയിലൂടെ തന്ന ഒരു തെലുങ്ക് ചിത്രമായിരുന്നു മന്ദിര എന്ന് പറയുന്നത്. ഈ ഒരു ചിത്രത്തിൻ്റെയും OTT റൈറ്റ്സ് സ്വന്തമായിട്ടുള്ളത് ആഹാ തെലുങ്കാണ്. ചിത്രം ഇപ്പോൾ ആഹാ തെലുങ്കിലൂടെ തെലുങ്ക് ഭാഷയിലൂടെ ചിത്രം ഇപ്പോൾ സ്ട്രീമിംഗ് ആരംഭിച്ചിരിക്കുകയാണ്. അപ്പോൾ കാണാൻ താല്പര്യമുള്ളവർക്ക് ചിത്രം ആഹാ തെലുങ്കിലൂടെ ചിത്രം കാണാവുന്നതാണ്. ഇനി അടുത്തൊരു അപ്ഡേറ്റ് എന്ന് പറയുന്നത് ഒരു മലയാളം മൂവിയുടെ അപ്ഡേറ്റ് ആണ്. ഫാമിലി എന്ന് പറയുന്ന ചിത്രത്തെ കുറിച്ച് അപ്ഡേറ്റ് ആണ്. നമ്മുടെ വിനയ് ഫോർട്ട് അതുപോലെ തന്നെ മാത്യു വർഗീസ് അതുപോലെ തന്നെ ദിവ്യപ്രഭ എന്നിവർ കേന്ദ്ര കഥാപാത്രമായിട്ട് അഭിനയിച്ചിട്ടുള്ള ഒരു ഫാമിലി ഡ്രാമത്തിൽ തന്ന ചിത്രമായിരുന്നു ഫാമിലി എന്ന് പറയുന്നത്. ഈ വർഷം 2024 ഫെബ്രുവരി മാസം തിയേറ്റർ റിലീസ് ചെയ്ത് തിയേറ്ററിൽ ഭേദപ്പെട്ട ഒരു കളക്ഷനൊക്കെ നേടിയിട്ടുള്ള ഒരു കൊച്ചു ഫാമിലി ചിത്രമായിരുന്നു ഫാമിലി എന്ന് പറയുന്നത്. ഈ ഒരു ചിത്രത്തിൻ്റെ OTT റൈറ്റ്സ് ഇപ്പോൾ സ്വന്തമാക്കിയത് മനോരമ മാക്സ് ആണ്. ചിത്രം ഈ വരുന്ന ഡിസംബർ മാസം 6 മനോരമ മാക്സിലൂടെ ചിത്രം സ്ട്രീമിംഗ് ആരംഭിക്കുന്നതാണ്. അപ്പോൾ നമുക്ക് വെയിറ്റ് ചെയ്യാം ഈ ഒരു ചിത്രത്തിൻ്റെ OTT റിലീസിന് വേണ്ടിയിട്ട്. ഇനി അടുത്തൊരു അപ്ഡേറ്റ് എന്ന് പറയുന്നത് ഒരു ഹിന്ദി മൂവിയുടെ അപ്ഡേറ്റ് ആണ്. ജിഗ്ര എന്ന് പറയുന്ന ചിത്രത്തെ കുറിച്ച് അപ്ഡേറ്റ് ആണ്. നമ്മുടെ ആലിയ ഭട്ട് കേന്ദ്ര കഥാപാത്രമായിട്ട് അഭിനയിച്ചുള്ള ഒരു ആക്ഷൻ ത്രില്ലർ കാറ്റഗറിയിലൂടെ തന്ന ചിത്രമായിരുന്നു ജിഗ്ര എന്ന് പറയുന്നത്. ഈ ഒരു ചിത്രത്തിൻ്റെ OTT റൈറ്റ്സ് സ്വന്തമാക്കിയത് നെറ്റ്ഫ്ലിക്സ് ആണ്. ചിത്രം തിയേറ്ററിൽ ചെയ്ത് തിയേറ്ററിൽ അട്ടർ ഫ്ലോപ്പായി മാറിയിട്ടുള്ള ഈ ഒരു ചിത്രത്തിൻ്റെ OTT റൈറ്റ്സ് സ്വന്തമാക്കിയത് ഇപ്പോൾ നെറ്റ്ഫ്ലിക്സ് ആണ്. ചിത്രം ഈ വരുന്ന ഡിസംബർ മാസം 6 ഹിന്ദി ഭാഷയിലൂടെ നെറ്റ്ഫ്ലിക്സിൽ സ്ട്രീമിംഗ് ആരംഭിക്കുന്നതാണ്. അപ്പോൾ നമുക്ക് വെയിറ്റ് ചെയ്യാം ഈ ഒരു ചിത്രത്തിൻ്റെ OTT റിലീസിന് വേണ്ടിയിട്ട്. ഇനി അടുത്തൊരു അപ്ഡേറ്റ് എന്ന് പറയുന്ന ഒരു ഹിന്ദി വെബ് സീരീസിൻ്റെ അപ്ഡേറ്റ് ആണ്. അഗ്നി എന്ന് പറയുന്ന ഒരു വെബ് സീരീസിൻ്റെ അപ്ഡേറ്റ് ആണ്. നമ്മുടെ പ്രദീപ് ഗാന്ധി അതുപോലെ തന്നെ ദിവ്യേന്ദു എന്നിവർ കേന്ദ്ര കഥാപാത്രമായിട്ട് അഭിനയിച്ചിട്ടുള്ള ഒരു ആക്ഷൻ ത്രില്ലർ കാറ്റഗറിയിലൂടെ താവുന്ന ഒരു വെബ് സീരീസാണ് അഗ്നി എന്ന് പറയുന്നത്. ഈ വെബ് സീരീസ് ഈ വരുന്ന ഡിസംബർ മാസം 6 ആമസോൺ പ്രൈമിലൂടെ പാൻ ഇന്ത്യ ഭാഷയിലാണ് സ്ട്രീമിംഗ് ആരംഭിക്കുന്നത്. ഈ മലയാളം ഉൾപ്പെടെയുള്ള എല്ലാ ഭാഷയിലൂടെയും ചിത്രം സ്ട്രീമിംഗ് ആരംഭിക്കുന്നത്. ഈ ഒരു വെബ് സീരീസ് സ്ട്രീമിംഗ് ആരംഭിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് വെയിറ്റ് ചെയ്യാം ഈ ഒരു വെബ് സീരീസിൻ്റെ OTT റിലീസിന് വേണ്ടിയിട്ട്. ഇനി അടുത്തൊരു അപ്ഡേറ്റ് എന്ന് പറയുന്നത് മറ്റൊരു ഹിന്ദി വെബ് സീരീസിൻ്റെ അപ്ഡേറ്റ് ആണ്. താനവ് 2 എന്ന് പറയുന്ന ഒരു വെബ് സീരീസിൻ്റെ അപ്ഡേറ്റ് ആണ്. ഫുള്ളി പാക്കഡ് ആയിട്ടുള്ള ഒരു ആക്ഷൻ ത്രില്ലർ കാറ്റഗറിയിലൂടെ തന്നൊരു ഹിന്ദി വെബ് സീരീസാണ് താനവ് 2 എന്ന് പറയുന്നത്. സെപ്റ്റംബർ മാസം ഏകദേശം 6 ഈ ഒരു വെബ് സീരീസിൻ്റെ ഫസ്റ്റ് പാർട്ട് റിലീസ് ചെയ്തിട്ടുണ്ടായിരുന്നു. നല്ലൊരു റിവ്യൂ ആണ് ഈ ഒരു വെബ് സീരീസിന് കിട്ടിയത്. ഇപ്പോൾ അതിൻ്റെ സെക്കൻഡ് പാർട്ട് ഈ വരുന്ന ഡിസംബർ മാസം 6 സ്ട്രീമിംഗ് ആരംഭിക്കുകയാണ്. ഒരു ആക്ഷൻ ത്രില്ലർ കാറ്റഗറിയിലൂടെ താവുന്ന ഒരു വെബ് സീരീസ് ആയിരുന്നു താനവ് 2 എന്ന് പറയുന്നത്. അപ്പോൾ കാണാൻ താല്പര്യമൊക്കെ ചിത്രം സോണി ലീവിലൂടെ ചിത്രം കാണാവുന്നതാണ്. മലയാളം ഉൾപ്പെടെയുള്ള പാൻ ഇന്ത്യ ഭാഷയിലാണ് ഈ ഒരു വെബ് സീരീസ് സ്ട്രീമിംഗ് ആരംഭിക്കുന്നത്. ഇനി അടുത്തൊരു അപ്ഡേറ്റ് എന്ന് പറയുന്നത് ഒരു മലയാളം മൂവിയുടെ അപ്ഡേറ്റ് ആണ്. ബോഗെയിൻവില്ല എന്ന് പറയുന്ന ചിത്രത്തെ കുറിച്ച് അപ്ഡേറ്റ് ആണ്. നമ്മുടെ ഫഹദ് ഫാസിൽ, കുഞ്ചാക്ക ബോബൻ അതുപോലെ തന്നെ ഒരു ഇടവേളയ്ക്ക് ശേഷം മലയാള ചിത്രത്തിലേക്ക് തിരിച്ചു വന്നിട്ടുള്ള ഒരു നായികയായിരുന്നു നമ്മുടെ ജ്യോതിർമയി എന്നിവർ കേന്ദ്ര കഥാപാത്രമായിട്ട് അഭിനയിച്ചുള്ള ഒരു സൈക്കോളജിക്കൽ ത്രില്ലർ കാറ്റഗറിയിൽ എടുത്താവുന്ന ഒരു ക്രൈം ത്രില്ലർ ചിത്രമായിരുന്നു ബോഗെയിൻവില്ല എന്ന് പറയുന്നത്. ഒക്ടോബർ മാസം തിയേറ്റർ റിലീസ് ചെയ്ത് തിയേറ്ററിൽ ഒരു ഭേദപ്പെട്ട ഒരു കളക്ഷനൊക്കെ നേടിയിട്ടുള്ള ഒരു അമൽ നീരജ് ചിത്രമായിരുന്നു ബോഗെയിൻവില്ല എന്ന് പറയുന്നത്. ഈ ഒരു ചിത്രത്തിൻ്റെ OTT റൈറ്റ്സ് സ്വന്തമാക്കിയിട്ടുള്ളത് ഇപ്പോൾ സോണി ലീവാണ്. ചിത്രം ഈ വരുന്ന ഡിസംബർ മാസം 13 പാൻ ഇന്ത്യ ഭാഷയിലൂടെ ചിത്രം സ്ട്രീമിംഗ് ആരംഭിക്കുന്നതാണ്. മലയാളം ഉൾപ്പെടെയുള്ള എല്ലാ ഭാഷയിലൂടെയും ചിത്രം സ്ട്രീമിംഗ് ആരംഭിക്കുന്നതാണ്. അപ്പോൾ നമുക്ക് വെയിറ്റ് ചെയ്യാം ഈ ഒരു ചിത്രത്തിൻ്റെ OTT റിലീസിന് വേണ്ടിയിട്ട്. ഇനി അടുത്തൊരു അപ്ഡേറ്റ് എന്ന് പറയുന്നത് ഒരു തമിഴ് മൂവിയുടെ അപ്ഡേറ്റ് ആണ്. കങ്കുവ എന്ന് പറയുന്ന ചിത്രത്തെ കുറിച്ച് അപ്ഡേറ്റ് ആണ്. നമ്മുടെ സൂര്യ കേന്ദ്ര കഥാപാത്രമായിട്ട് അഭിനയിച്ച് ഒപ്പം തന്നെ ബോബി ഡിയോൾ, ദിശ പണ്ഡിറ്റ്, യോഗി ബാബു, രതി കിസ്ലി, ആർ രവികുമാർ എന്നിവർ കേന്ദ്ര കഥാപാത്രമായിട്ട് അഭിനയിച്ചിട്ടുള്ള ഒരു ഫാന്റസി ത്രില്ലർ കാറ്റഗറിയിലൂടെ തന്ന ഒരു ചിത്രമായിരുന്നു കങ്കുവ എന്ന് പറയുന്നത്. ഈ ഒരു ചിത്രത്തിൻ്റെ OTT റൈറ്റ്സ് സ്വന്തമാക്കി
സ്വന്തമാക്കിയത് ആമസോൺ പ്രൈമാണ്. ചിത്രം എന്ന് റിലീസ് ചെയ്യുന്നത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ചിത്രം ഈ വരുന്ന ഡിസംബർ മാസം 13 ചിത്രം സ്ട്രീമിംഗ് ആരംഭിക്കുന്നതാണ്. ചിത്രം ഇപ്പോൾ ഇതിൻ്റെ ഒഫീഷ്യൽ ലീക്ക്ഡ് പ്രിൻ്റ് ഇപ്പോൾ ഫുള്ളി പ്രിൻ്റ് ഇപ്പോൾ ടെലിഗ്രാമിലൂടെയൊക്കെ സ്ട്രീമിംഗ് ആരംഭിച്ചിട്ടുണ്ട്. ഒഫീഷ്യൽ ഈ ചിത്രത്തിൻ്റെ റിലീസ് വരുന്നത് ഈ വരുന്ന ഡിസംബർ മാസം 13 പാൻ ഇന്ത്യ ഭാഷയിലൂടെയാണ് ചിത്രം സ്ട്രീമിംഗ് ആരംഭിക്കുന്നത്. അപ്പോൾ നമുക്ക് വെയിറ്റ് ചെയ്യാം ഈ ഒരു ചിത്രത്തിൻ്റെ OTT വേണ്ടിയിട്ട്. ഇനി അടുത്തൊരു അപ്ഡേറ്റ് എന്ന് പറയുന്നത് ഒരു ഹിന്ദി മൂവിയുടെ അപ്ഡേറ്റ് ആണ്. ഡിസ്പാച്ച് എന്ന് പറയുന്ന ചിത്രത്തെ കുറിച്ച് അപ്ഡേറ്റ് ആണ്. നമ്മുടെ മനോജ് വാജ്പേയി അതുപോലെ ഷഹാന ഗോസ്വാമി എന്നിവർ കേന്ദ്രദാതാക്കളായിട്ട് അഭിനയിച്ചിട്ടുള്ള ഒരു ക്രൈം ത്രില്ലർ കാറ്റഗറിയിൽ എടുത്താവുന്ന ഒരു വെബ് ചിത്രമായിരുന്നു ഡിസ്പാച്ച് എന്ന് പറയുന്നത്. ചിത്രം ഈ വരുന്ന ഡിസംബർ മാസം 13 C5 ഡയറക്റ്റ് OTT എത്താണ്. പാൻ ഇന്ത്യ ഭാഷയിലാണ് ചിത്രം സ്ട്രീമിംഗ് ആരംഭിക്കുക എന്നുള്ള അപ്ഡേറ്റ് ഒന്നും ഇതുവരെ പുറത്തു വന്നിട്ടില്ല. ചിത്രം ഈ വരുന്ന ഡിസംബർ മാസം 13 ഒഫീഷ്യലി C5 ഡയറക്റ്റ് OTT എത്താണ്. അപ്പോൾ നമുക്ക് വെയിറ്റ് ചെയ്യാം ഈ ഒരു ചിത്രത്തിൻ്റെ OTT വേണ്ടിയിട്ട്. ഇനി അടുത്തൊരു അപ്ഡേറ്റ് എന്ന് പറയുന്നത് ഹിന്ദി മൂവിയുടെ അപ്ഡേറ്റ് ആണ്. സിംഗം അഗെയിൻ എന്ന് പറയുന്ന ചിത്രത്തെ കുറിച്ച് അപ്ഡേറ്റ് ആണ്. നമ്മുടെ അജയ് ദേവ്ഗൺ, അക്ഷയ് കുമാർ, ടൈഗർ ഷറോഫ്, രൺബീർ സിംഗ്, അതുപോലെ തന്നെ കത്രീന കപൂർ, പ്രിയങ്ക ചോപ്ര എന്നിവർ കേന്ദ്രദാതാക്കളായിട്ട് അഭിനയിച്ച് ദീപാവലിക്ക് തിയേറ്ററിലൈസ് ചെയ്തിട്ടുള്ള ഈ ഒരു ചിത്രത്തിൻ്റെ OTT റൈറ്റ്സ് ഇപ്പോൾ സ്വന്തമായിട്ടുള്ളത് ആമസോൺ പ്രൈമാണ്. ചിത്രം ഈ വരുന്ന ഡിസംബർ മാസം 13 രണ്ട് ഓപ്ഷനിലെ ആമസോൺ പ്രൈമിലൂടെ സ്ട്രീമിംഗ് ആരംഭിക്കുന്നതാണ്. പാൻ ഇന്ത്യ ഭാഷയിലായിരിക്കും ചിത്രം സ്ട്രീമിംഗ് ആരംഭിക്കുക എന്നൊരു അപ്ഡേറ്റ് പുറത്തു വന്നിട്ടുണ്ട്. അതിനുശേഷം ഈ ചിത്രം ഈ വരുന്ന ഡിസംബർ മാസം 27 ഒഫീഷ്യലായിട്ട് എല്ലാവർക്കും രണ്ട് ഓപ്ഷൻ അല്ലാതെ എല്ലാവർക്കും ചിത്രം സ്ട്രീമിംഗ് ആരംഭിക്കുകയാണ്. അപ്പോൾ നമുക്ക് വെയിറ്റ് ചെയ്യാം ഈ ഒരു ചിത്രത്തിൻ്റെ OTT റിലീസിന് വേണ്ടിയിട്ട്. ഇനി അടുത്തൊരു അപ്ഡേറ്റ് എന്ന് പറയുന്നത് ഒരു മലയാളം മൂവിയുടെ അപ്ഡേറ്റ് ആണ്. മദനോത്സവം എന്ന് പറയുന്ന ചിത്രത്തെ കുറിച്ച് അപ്ഡേറ്റ് ആണ്. നമ്മുടെ സുരാജ് വെഞ്ഞാറമൂട്, ബാബു ആൻ്റണി അതുപോലെ തന്നെ രമേശ് മാധവ് എന്നിവർ കേന്ദ്രദാതാക്കളായിട്ട് അഭിനയിച്ചിട്ടുള്ള ഒരു ചിത്രമായിരുന്നു മദനോത്സവം എന്ന് പറയുന്നത്. ഏകദേശം ചിത്രം റിലീസ് ചെയ്ത് കഴിഞ്ഞ വിഷുവിനും റിലീസ് ചെയ്ത ചിത്രം ഇതുവരെ OTT റിലീസിൽ എത്തിയിട്ടുണ്ടായിരുന്നില്ല. ഇപ്പോൾ ഒഫീഷ്യലി ചിത്രം ഈ വരുന്ന ഡിസംബർ മാസം 13 മനോരമ മാക്സിലൂടെയും ആമസോൺ പ്രൈമിലൂടെയും ചിത്രം സ്ട്രീമിംഗ് ആരംഭിക്കുക എന്നുള്ളൊരു അപ്ഡേറ്റ് പുറത്തു വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് വെയിറ്റ് ചെയ്യാം ഈ ഒരു ചിത്രത്തിൻ്റെ ഈ ഒരു കോമഡി എൻ്റർടൈൻമെൻറ്റ് വിഭാഗത്തിലെടുത്താവുന്ന ഈ ഒരു ചിത്രത്തിൻ്റെ OTT വേണ്ടിയിട്ട്. ഇനി അടുത്തൊരു അപ്ഡേറ്റ് എന്ന് പറയുന്നത് ഒരു മലയാളം മൂവിയുടെ അപ്ഡേറ്റ് ആണ്. ത്രയം എന്ന് പറയുന്ന ചിത്രത്തെ കുറിച്ച് അപ്ഡേറ്റ് ആണ്. നമ്മുടെ ധ്യാൻ ശ്രീനിവാസൻ, സണ്ണി വെയിൻ, അതുപോലെ തന്നെ ചന്തുനാഥ്, അനാർക്കലി മരക്കാർ, ഡെയിൻ, രാഹുൽ മാധവ്, അജ് വർഗീസ് അങ്ങനെ ഒട്ടനവധി താരനിരങ്ങൾ നേരിട്ടുള്ള ഒരു ചിത്രമായിരുന്നു ത്രയം എന്ന് പറയുന്നത്. കഴിഞ്ഞ മാസം തിയേറ്ററിലൈസ് ചെയ്ത് തിയേറ്ററിൽ ഭേദപ്പെട്ടൊരു കളക്ഷനൊക്കെ നേടിയിട്ടുള്ള ഒരു കൊച്ചു ചിത്രമായിരുന്നു ത്രയം എന്ന് പറയുന്നത്. ഈ ഒരു ചിത്രത്തിൻ്റെ OTT റൈറ്റ്സ് സ്വന്തമാക്കിയുള്ളത് ആമസോൺ പ്രൈമും അതുപോലെ തന്നെ മനോരമ മാക്സ് ആണ്. ചിത്രം എന്ന് റിലീസ് ചെയ്ത് നോക്കുകയാണെങ്കിൽ ഈ വരുന്ന ഡിസംബർ മാസം 20 അല്ലെങ്കിൽ ഡിസംബർ മാസം 27 ചിത്രം ആമസോൺ പ്രൈമിലൂടെ മനോരമ മാക്സിലൂടെ ചിത്രം സ്ട്രീമിംഗ് ആരംഭിക്കുന്നതാണ്. അപ്പോൾ നമുക്ക് വെയിറ്റ് ചെയ്യാം ഈ ഒരു ചിത്രത്തിൻ്റെ OTT വേണ്ടിയിട്ട്. ഇനി അടുത്തൊരു അപ്ഡേറ്റ് എന്ന് പറയുന്നത് ഒരു മലയാളം മൂവിയുടെ അപ്ഡേറ്റ് ആണ്. ഐ ആം കാതലൻ എന്ന് പറയുന്ന ചിത്രത്തെ കുറിച്ച് അപ്ഡേറ്റ് ആണ്. നമ്മുടെ നെസ്ലിൻ കേന്ദ്രദാതാക്കളായിട്ട് അഭിനയിച്ച് ഒപ്പം തന്നെ ദിലീഷ് പോത്തൻ അതുപോലെ തന്നെ സജിൻ ചെറുവഴി എന്നിവർ കേന്ദ്രദാതാക്കളായിട്ട് അഭിനയിച്ച് ഗിരീഷ് ഷേഡി സംവിധാനം ചെയ്തിട്ടുള്ള ഒരു ചിത്രമായിരുന്നു ഐ ആം കാതലൻ എന്ന് പറയുന്നത്. പ്രേമലുവിന് ശേഷം തിയേറ്ററിൽ റിലീസ് ചെയ്തിട്ടുള്ള നെസ്ലിൻ്റെ മറ്റൊരു ചിത്രമായിരുന്നു ഐ ആം കാതൽ എന്ന് പറയുന്നത്. തിയേറ്ററിൽ വലിയൊരു വിജയം നേടാതെ പോയിട്ടുള്ള ഈ ഒരു ചിത്രത്തിൻ്റെ OTT റൈറ്റ്സ് ഇപ്പോൾ സ്വന്തമാക്കിയത് ഡിസ്നി വേർഡ്സ് ഹോട്ട്സ്റ്റാറാണ്. ചിത്രം എന്ന് റിലീസ് ചെയ്യുന്ന നോക്കുകയാണെങ്കിൽ ഈ വരുന്ന ഡിസംബർ മാസം 20 ഡിസ്നി വേർഡ്സ് ഹോട്ട്സ്റ്റാറിലൂടെ ചിത്രം സ്ട്രീമിംഗ് ആരംഭിക്കുന്നതാണ്. അതിൻ്റെ ഒഫീഷ്യൽ അപ്ഡേറ്റുകൾ ഇപ്പോൾ അങ്ങനെയാണ് പുറത്തു വന്നിട്ടുള്ളത്. അപ്പോൾ നമുക്ക് വെയിറ്റ് ചെയ്യാം ഈ ഒരു ചിത്രത്തിൻ്റെ OTT റിലീസിന് വേണ്ടിയിട്ട്. ഇനി അടുത്തൊരു അപ്ഡേറ്റ് എന്ന് പറയുന്നത് മറ്റൊരു മലയാളം മൂവിയുടെ അപ്ഡേറ്റ് ആണ്. പണി എന്ന് പറയുന്ന ചിത്രത്തെ കുറിച്ച് അപ്ഡേറ്റ് ആണ്. നമ്മുടെ ജോജു ജോർജ് അതുപോലെ സാഗർ സൂര്യ, ജുനൈദ് എന്നിവർ കേന്ദ്രദാതാക്കളായിട്ട് അഭിനയിച്ച് ജോജു ജോർജ് സംവിധാനം ചെയ്തിട്ടുള്ള ഒരു വയലൻസ് ക്രൈം ത്രില്ലർ കാറ്റഗറിയിലൂടെ തന്ന ഒരു ചിത്രമായിരുന്നു പണി എന്ന് പറയുന്നത്. തിയേറ്ററിൽ ബ്ലോക്ക് ബസ്റ്റർ ഹിറ്റ് അടിച്ചിട്ടുള്ള ഒരു ചിത്രമായിരുന്നു പണി എന്ന് പറയുന്നത്. ഈ ഒരു ചിത്രത്തിൻ്റെ OTT റൈറ്റ്സ് സ്വന്തമാക്കിയുള്ള ഇപ്പോൾ സോണി ലീവാണ്. ചിത്രം എന്ന് റിലീസ് ചെയ്ത് നോക്കുകയാണെങ്കിൽ ഈ വരുന്ന ഡിസംബർ മാസം 20 ക്രിസ്മസ് പ്രീമിയറായിട്ട് ചിത്രം സ്ട്രീമിംഗ് ആരംഭിക്കുന്നതാണ്. നമ്മുടെ സോണി ലീവിലൂടെയാണ് ചിത്രം സ്ട്രീമിംഗ് ആരംഭിക്കുന്നത്. പാൻ ഇന്ത്യ ഭാഷയിലൂടെ ആയിരിക്കും ചിത്രം സ്ട്രീമിംഗ് ആരംഭിക്കുക എന്നൊരു അപ്ഡേറ്റ് പുറത്തു വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് വെയിറ്റ് ചെയ്യാം ഈ ഒരു ചിത്രത്തിൻ്റെ OTT റിലീസിന് വേണ്ടിയിട്ട്. ഇനി അടുത്തൊരു അപ്ഡേറ്റ് എന്ന് പറയുന്നത് ഹിന്ദി മൂവിയുടെ അപ്ഡേറ്റ് ആണ്. ഭൂലുഭുലയ്യ 3 എന്ന് പറയുന്ന ഒരു ചിത്രത്തെ കുറിച്ച് അപ്ഡേറ്റ് ആണ്. നമ്മുടെ കാർത്തിക് ആര്യൻ അതുപോലെ തന്നെ വിദ്യ ബാലൻ എന്നിവർ കേന്ദ്രദാതാക്കളായിട്ട് അഭിനയിച്ചിട്ടുള്ള ഒരു കോമഡി ഹൊറർ ത്രില്ലർ കാറ്റഗറിയിലൂടെ തന്ന ചിത്രമായിരുന്നു ഭൂലുഭുലയ്യ 3 എന്ന് പറയുന്നത്. നവംബർ മാസം തിയേറ്ററിലൈസ് ചെയ്ത് തിയേറ്ററിലെ ബ്ലോക്ക് ബസ്റ്റർ ഹിറ്റ് അടിച്ചിട്ടുള്ള ഒരു ചിത്രമായിരുന്നു ഭൂലുഭുലയ്യ 3 എന്ന് പറയുന്ന ചിത്രം. ഈ ഒരു ചിത്രത്തിൻ്റെ OTT റൈറ്റ്സ് ഇപ്പോൾ സ്വന്തമാക്കിയത് നെറ്റ്ഫ്ലിക്സ് ആണ്. ചിത്രം ഈ വരുന്ന ഡിസംബർ മാസം 20 നെറ്റ്ഫ്ലിക്സിലൂടെ ചിത്രം സ്ട്രീമിംഗ് ആരംഭിക്കുക എന്നുള്ളൊരു അപ്ഡേറ്റ് പുറത്തു വന്നിട്ടുണ്ട്. പാൻ ഇന്ത്യ ഭാഷയിലായിരിക്കും ചിത്രം സ്ട്രീമിംഗ് ആരംഭിക്കുക എന്നുള്ളൊരു അപ്ഡേറ്റ് കൂടി കേൾക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് വെയിറ്റ് ചെയ്യാം ഈ ഒരു ചിത്രത്തിൻ്റെ OTT റിലീസിന് വേണ്ടിയിട്ട്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ.